ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓവനും അതുപോലെ കേക്കിൻ്റെ മോൾഡൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 നുള്ള് ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത്രയുമാണ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സായി കിട്ടും. അങ്ങനെ നമ്മളിത് നല്ലതുപോലെ അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ നല്ലതുപോലെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം 2 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം നമ്മൾ എടുക്കാനായിട്ട്. അത് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 3 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഓയിലും മുട്ടയും അതുപോലെ പാലൊക്കെ നന്നായി മിക്സായി വരും. എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം മുട്ടയുടെ വെള്ള ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഹാൻഡ് വിസ്ക് വെച്ചിട്ടും ബീറ്റ് ചെയ്യാം, പക്ഷേ കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറാനാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടുള്ളത് കുറേശ്ശെയായിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ ചേർത്ത് മുട്ടയുടെ വെള്ളം ഒന്ന് പതപ്പിച്ചെടുക്കണം. നല്ല ക്രീമിയാക്കി എടുക്കണം. അപ്പോൾ മുട്ടയുടെ വെള്ളം പതപ്പിക്കുന്ന സമയത്ത് ഒന്നിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് മാത്രം 2-3 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതുപോലെ നല്ല ക്രീമിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളം നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പതപ്പിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞയുടെ മിക്സ് ഉണ്ടല്ലോ, ഓയിലും പാലും ഒഴിച്ചിട്ടുള്ളത്, ആ മിക്സ് മുഴുവനായിട്ടും നമ്മുടെ മുട്ടയുടെ വെള്ളയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ടോ പതിയെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി ഇട്ട് മിക്സ് ചെയ്യാൻ ഇളക്കാൻ പാടില്ല. അങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുട്ടയുടെ വെള്ള പതപ്പിച്ചിട്ടുള്ള പതിയൊക്കെ ചിലപ്പോൾ പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പതിയെ മാത്രം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ടൊന്ന് വിതറിയിട്ട് കൊടുക്കണം. ആ മിക്സിലേക്ക്, മുട്ടയുടെ മിക്സിലേക്ക് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വിതറിയിട്ട് കൊടുത്ത് അതും ഒന്നിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അതിൽ കട്ടയില്ലാതിരിക്കാൻ കുറേശ്ശെ ഇതുപോലെ വിതറിയിട്ട് കൊടുത്ത് ഒരു വിസ്കോ സ്പാച്ചുലയോ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കട്ട് ചെയ്യുന്ന മെത്തേഡിൽ അത് മിക്സ് ചെയ്തെടുക്കണം. അതും പതിയെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അത് നല്ലതുപോലെ കട്ടയൊന്നുമില്ലാതെ മിക്സായി കിട്ടും. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. സ്പീഡ് കൂട്ടി ഇളക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഫ്ലഫി ആയിട്ട് കിട്ടില്ല. പതിയെ മാത്രം നമ്മളിതിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതങ്ങനെ പിന്നെ കുറേശ്ശെയല്ലേ നമ്മൾ പൊടിയിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടയൊന്നുമില്ലാതെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ ബാറ്റർ ഇത്രയും സ്മൂത്തായിട്ടല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഞാനിത് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ ഒരു ചോറ്റും പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ചോറ്റും പാത്രം ഇതുപോലെ ഇങ്ങനെ ഇത്തിരി വലിപ്പമുള്ള ഒരു പാത്രമാണ്. അപ്പോൾ അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഏത് പാത്രത്തിലാണോ ആ പാത്രം മുഴുവനായിട്ട് നിറയരുത്. അത് കേക്ക് പൊങ്ങി വരാനുള്ള ഗ്യാപ്പ് അതിൽ വേണം കേട്ടോ. അപ്പോൾ ഇതൊരു പകുതിയേക്കാൾ ഒരു പൊടി മാത്രമേ കൂടുതലുള്ളൂ. ഇനി നമുക്ക് ഒരു കുക്കറിലാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുക്കർ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറിൻ്റെ വാഷും അതുപോലെ വിസിലും മാറ്റിയിട്ട് വേണം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ടും അതുപോലെ ബേക്ക് ചെയ്യാനായിട്ടും. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കുക്കറിലൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, ഒരു മൂടി കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ചിട്ടുള്ള പാത്രം ഇറക്കി വെച്ച് മൂടി വെച്ച് അടയ്ക്കുക. എന്നിട്ട് ഒരു 30-35 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ മൂടിയുടെ ഉള്ളിലുള്ള വാഷും വിസിലൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ
കുക്കർ അടച്ചു വയ്ക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ബാറ്റർ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം അതിൻ്റെ സൈഡെല്ലാം ഒരു കത്തി വെച്ചിട്ട് ഒന്ന് വിടിയിച്ചു കൊടുക്കാം. അപ്പോൾ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഈ ഒരു പാത്രം നമ്മൾ ഈ മോൾഡായിട്ട് നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു ചോറ്റുപാത്രം നല്ല ഉയരമുള്ള ഒരു പാത്രമായിരുന്നു. അതുകൊണ്ട് നല്ല ഉയരത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്കും. ഇനി നന്നായി ചൂടാറി വരട്ടെ. ആ ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം, ഞാനിപ്പോൾ 1 കപ്പ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റോളം നമുക്ക് ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്കും നല്ല സ്റ്റിഫായിട്ട് കിട്ടും. കണ്ടില്ലേ, നല്ല സ്റ്റിഫാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്രീം മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. കാരണം കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളത് ഐസ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്രീമൊക്കെ മെൽറ്റായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറി വന്നു. അതിൻ്റെ മുകൾ ഭാഗം ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ചിങ്ങനെ പൊങ്ങി പോലെയാണ് ഇരുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം അതൊരു 4 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി സ്പഞ്ചാണ് നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 4 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് കേക്കിന് ക്രീം തേച്ച് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ആ ഒരു ട്രേയിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്രീം തേക്കുന്ന സമയത്ത് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കേക്ക് തെന്നി പോവാതിരിക്കാനാണ് അങ്ങനെ ക്രീം തേച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ലെയർ വെച്ച് കൊടുത്തു. അതിന് മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള ഷുഗർ സിറപ്പാണിത്. അങ്ങനെ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് മീതെയായിട്ട് വിപ്പിംഗ് ക്രീം ഒരു ലെയർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെറി ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയും, അതുപോലെ ഇപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ അതായാലും ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ആ ലെയറിന് മുകളിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യാം. അതേപോലെ 4 ലെയർ നമ്മൾ ഷുഗർ സിറപ്പും ക്രീമും അതുപോലെ ചോക്ലേറ്റും ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവസാനത്തെ ആ ലെയറിന് മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും വിപ്പിംഗ് ക്രീം ആവുന്ന വിധത്തിൽ നന്നായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് കവർ ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും നല്ലതുപോലെ കവറാവുന്ന വിധത്തിൽ വേണം നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കേക്ക് മുഴുവനായിട്ടും വിപ്പിംഗ് ക്രീം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റോ വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്നും കൂടി സെറ്റായി കിട്ടും. അപ്പോൾ അതൊന്ന് സെറ്റായി വരട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫുഡ് കളർ വെച്ചിട്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഈ ഒരു റെഡ് കളർ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അത് നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കളറാക്കി എടുക്കണം വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. നല്ല ഡാർക്ക് ചുവപ്പ് കളറായിട്ടൊന്നുമല്ല, നമ്മുടെ ജെൽ കളറായിട്ട് ഇരിക്കുന്നത് നല്ല റെഡ് കളറായിട്ടാണ്. പക്ഷേ നമ്മളത് വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്യുമ്പോൾ അതൊരു പിങ്ക് കളറായിട്ടാണ് കിട്ടുന്നത്. നല്ലൊരു ഡാർക്ക് പിങ്ക് കളറായിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇത് ഒത്തിരി ലൂസായിട്ടല്ല ഇരിക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം മെൽറ്റായി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു പിങ്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് വിപ്പിംഗ് ക്രീം. ഇനി ഇത് ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്നും കൂടി സ്റ്റിഫായി കിട്ടും. അങ്ങനെ നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്ക് നമുക്കിനി ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. നല്ലതുപോലെ സൈഡിലെല്ലാം ക്രീം നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അങ്ങനെ ക്രീം തേച്ച് എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് ഒപ്പാക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും ആക്കിയിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഫിനിഷിങ് ആവണമെന്ന് ആവശ്യമൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് നല്ലതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒരു സൈഡിൽ മാത്രം കുറച്ച് കളർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കളറൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിൽ ഫുൾ വിപ്പിംഗ് ക്രീം നിറച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പൂവിൻ്റെ ഷേപ്പിലുള്ള നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡബിൾ ഷെയ്ഡായിട്ട് ആ ഒരു ഡിസൈൻ വന്നു.
അതിനുശേഷം നോസിലൊന്ന് മാറ്റി വേറൊരു നോസിൽ വെച്ചിട്ട് ആ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ വേറൊരു ഡിസൈൻ നമ്മൾ ആ കേക്കിൻ്റെ മുകളിൽ കൊടുക്കുകയാണ്. കണ്ടോ, നല്ല ഭംഗിയില്ല ആ ഒരു ഡബിൾ ഷെയ്ഡായിട്ട് വന്നപ്പോൾ. പിന്നെ ഈ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊന്നും കൊടുക്കാനും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കളർ ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെറിയ കുട്ടി കുട്ടി പൂക്കൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം എടുക്കുമ്പോഴാണ് കൂടുതൽ ആ ഒരു ടേസ്റ്റായിട്ട് വരിക. കാരണം ആ ഒരു ക്രീമും ആ ഷുഗർ സിറപ്പൊക്കെ അതിൽ നന്നായി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ്. നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ അമ്മയുടെ ബർത്ത്ഡേക്കായിട്ട് ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.